അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമായിരിക്കും ഈ റമദാൻ. കാരണം ഞാനേറെ സന്തോഷവാനാണ്. കുറേ കാലങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹം സഫലമായ ഒരു റമദാൻ മാസം കൂടിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരുപാട് പ്രയാസങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും ദുരിതങ്ങളിലൂടെയും കടന്നു പോകുന്ന ആ ഗസയിലെ ആ മക്കൾക്ക്, അവിടെയുള്ള ജനങ്ങൾക്കൊരു സഹായം ചെയ്യുക എന്നുള്ളത്. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സമയങ്ങൾ അല്ലെങ്കിൽ അത് എവിടെ നിന്നും ആരംഭിച്ച് എവിടെ അവസാനിപ്പിക്കണം, അതെങ്ങനെ തുടങ്ങണം എന്നടക്കം ഒരു കൃത്യമായ ഒരു ഐഡിയയും പോലുമില്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്താണ് ഈ ഒരു പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ അതിലേക്കൊന്നിറങ്ങി ചെല്ലണം, ആ ദൗത്യം പൂർത്തീകരിച്ചേ മതിയാകൂ എന്നുള്ള ആ ഒരു ചിന്ത വരികയും പിന്നെ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നത്. അതും ഈ റമദാനിൽ തന്നെ നടത്തണമെന്നുള്ള ഒരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, മറ്റു മാസങ്ങളെക്കാൾ ഈ റമദാൻ മാസത്തിൽ ചെയ്യുന്ന ആ പുണ്യങ്ങളുടെ പ്രതിഫലം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അത്രത്തോളം വലിയ മഹത്വം ലഭിക്കുന്ന, അത്രത്തോളം വലിയ പ്രതിഫലമുള്ള ദിനങ്ങളാണ് പരിശുദ്ധ റമദാൻ മാസത്തിലെ ഓരോ ദിവസങ്ങളും. അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും പടച്ചിറപ്പായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. റമദാൻ 1 തന്നെ അവിടെ ഭക്ഷണം എത്തിക്കണമെന്നുണ്ടായിരുന്നു. ആ ആഗ്രഹമെന്നോണം പടച്ചിറപ്പിൻ്റെ അനുഗ്രഹത്താൽ റമദാൻ 1 ദിവസം തന്നെ അവിടെ നിരവധി ആളുകൾക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷണം എത്തിച്ച് അത് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ഒരു വീഡിയോ ഷോർട്സ്, റീൽസ് വീഡിയോസുകളായി സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്നുകൂടി ഇവിടെ കാണിക്കാം. شتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر مقامهم فوق رأس الجبال وفوق الروابي وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر كم قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر. നമുക്കൊരു ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ളതല്ല, ആ ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഒരു ദൗത്യം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ കൊണ്ടുവരുവാൻ ഒരുപക്ഷെ എല്ലാവരെയും കൊണ്ട് സാധിച്ചു എന്ന് വരാം. പക്ഷെ അത് വിജയകരമായി പൂർത്തിയാക്കുക എന്നുള്ളത് അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഗസയിലേക്ക് ഒരു സഹായം എത്തിക്കണമെന്നുള്ളത്. ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 8-9 വർഷക്കാലമാകുന്നു. നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഞാൻ ഇന്നുവരെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണമെന്ന് പറയുന്ന അത്തരത്തിലുള്ള എൻ്റെ ഒരു വീഡിയോയും ഇത്രയും വർഷക്കാലയളവിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇതാദ്യമായിട്ടായിരുന്നു ഞാൻ ഇത്തരത്തിൽ നിങ്ങളോട് ആ ജനങ്ങളെ ഈ റമദാനിലൊന്ന് സഹായിക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത്തരത്തിൽ സഹായം ചോദിക്കുക അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ ചോദിച്ചുകൊണ്ട് ചാരിറ്റി രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന അത്തരം കാര്യങ്ങളോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ഞാനതിപ്പോൾ ആദ്യമായി ചോദിക്കാൻ കാരണം എൻ്റെ മനസ്സിനകത്ത് ഒരുപാട് വർഷക്കാലമായി കിടക്കുന്ന ഒരു ആഗ്രഹം അത് പൂർത്തീകരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് അവസാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പൂർത്തിയാക്കാനും സാധിച്ചു. നമുക്ക് ഒരുപാട് ആളുകൾ, അതിൽ ചെറുപ്പക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം വയോവൃദ്ധരായ ആളുകളടക്കം ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ഒരുപാട് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. അതിൽ 1 രൂപ മുതൽ 10,000-ഉം 20,000-ഉം വരെ തന്ന് സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ജാതിയും മതവും നോക്കാതെ കുറേ ആളുകൾ മനുഷ്യത്വം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സാമ്പത്തികമായി സഹായിച്ചവരുമുണ്ട്. അതിലെനിക്ക് എടുത്തു കാണിക്കാനാവുന്നത് രാധിക എന്ന് പറയുന്ന ആലപ്പുഴയിലുള്ള ഒരു സഹോദരിയുടെ ഒരു മെസ്സേജായിരുന്നു. ഞാൻ ആ ഒരു മെസ്സേജ് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. നമസ്കാരം. നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു. അത്രയും വലിയ നന്മയുള്ള ഒരു മക്കളുടെ
വിശപ്പായിട്ടാൻ എൻ്റെ ഒരു ചെറിയ പങ്ക്. നമുക്ക് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം ഇവിടെ കാണിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായവരിൽ ജാതിമത ഭേദമന്യേ എല്ലാ മനുഷ്യരുമുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവർ സഹായിച്ചത് ഒരു മതത്തിനെ നോക്കിയല്ല, ഒരു ജാതി നോക്കിയല്ല, മനുഷ്യത്വം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം പ്രായമായ ഒരു ഉപ്പ എന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ നിങ്ങളുടെ വീഡിയോസുകളൊക്കെ കാണുന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഗൂഗിൾ പേയും ഇതുപോലെയുള്ള ആ സംവിധാനങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ മണി ഓർഡറായിട്ട് അയച്ചു തന്നാൽ മതിയോ എന്ന് ചോദിക്കുന്ന അത്തരം ചില സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ നിരവധി മെസ്സേജുകൾ, എനിക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന മറ്റു മെസ്സേജുകൾ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു ദൗത്യം ആരംഭിച്ചത് മുതൽ വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ്, സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത്. കാരണം അത്രത്തോളം എനിക്ക് നിന്ന് തിരിയാൻ പോലും സമയം കിട്ടുന്നില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത്. ബാങ്കിൻ്റെ വശത്തു നിന്നുള്ള ലിമിറ്റേഷൻ പ്രശ്നം, അതോടൊപ്പം പലരും ക്യാഷ് അയക്കാൻ പറ്റാത്തതിൻ്റെ കാരണത്താൽ അയച്ചുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് മെസ്സേജുകൾ, ആ മെസ്സേജുകൾക്കെല്ലാം ഞാൻ റീപ്ലൈയും കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നിരവധി മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊണും ഉറക്കവുമില്ലാതെ ഒരുപാട് ദിവസം ഇതിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി 2 മണിക്കും 3 മണിക്കും മെസ്സേജ് അയക്കുന്നവർക്ക് പോലും ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എൻ്റെ മറ്റു പല ജോലികൾ പോലും ഞാൻ മാറ്റിവെച്ചുകൊണ്ടാണ് ഞാനിതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ സമയത്താണ് ഇതൊരു ഡേറ്റ് വെച്ചുകൊണ്ട്, ഒരു സമയം വെച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ എനിക്കൊട്ടും കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കടന്നുപോയത്. അങ്ങനെ ഒരു ചിന്ത വന്ന സമയത്താണ് ഞാൻ 17/2/2026 വൈകുന്നേരം 5 മണിക്ക് ഞാനിത് അവസാനിപ്പിക്കുമെന്നുള്ള ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇത് എന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു പ്രഷറിലൂടെ ഞാൻ കടന്നുപോയി എന്നുള്ളതാണ്. അതിനുശേഷം നിരവധി ആളുകൾ വന്നുകൊണ്ട്, നിങ്ങളിങ്ങനെ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഫണ്ടിങ് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, ഇനി അയക്കാൻ കഴിയില്ലേ? അതോടൊപ്പം ഒരുപാട് ആളുകൾ സങ്കടത്തോടു കൂടി ഞങ്ങളുടെ പൈസയും സ്വീകരിക്കണം, ഞങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകണം എന്നൊക്കെ പറയുന്ന ചില മെസ്സേജുകളും കാണാനിടയായി. എന്തായാലും ആദ്യത്തെ ഘട്ടം അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് അത് രണ്ടാമത്തെ ഒരു ഘട്ടം ഞാൻ ആരംഭിക്കുന്ന സമയത്ത് ഇതുപോലെ ക്യാഷ് അയക്കാൻ പറ്റാത്തവർക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏതായാലും കുറച്ച് ദിവസം കൂടി സമയം കൊടുത്തുകൊണ്ട് മാക്സിമം അവരുടെ ഫണ്ടുകളും കൂടി കളക്ട് ചെയ്ത് ഒരുമിച്ച് അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് അയക്കാം എന്നുള്ള പ്ലാനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. കാരണം അവർക്കും ആ ഗസയിലെ കുഞ്ഞുമക്കൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്ന ഈ ഒരു മഹത്തായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണമെന്ന് അവരും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എല്ലാവരും പ്രധാനമായി ഉന്നയിക്കുന്ന പ്രശ്നം ക്യാഷ് അയക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. നോക്കൂ, ഞാൻ കൊടുത്തിട്ടുള്ളത് എൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകളും അത് നോർമലായിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളാണ്. സ്വാഭാവികമായിട്ടും ഈ സേവിങ്സ് അക്കൗണ്ടുകളിൽ അതിന് ഡെയിലിയുള്ള ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റേഷൻ ഉണ്ടാകും. ആ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് ക്യാഷ് അയച്ചാൽ കയറില്ല. ഇനി അടുത്ത ദിവസമാകണം. അടുത്ത ദിവസം ചെയ്താൽ ഒരുപക്ഷെ അത് കയറാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്ന ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു ദിവസം നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിന് തടസ്സമായി വന്നാൽ ക്യാഷ് അയക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് രാത്രി 12 മണിക്ക് ശേഷമോ അല്ലെങ്കിൽ അത് രാവിലെയോ ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം ചെയ്യുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അതും കൂടി നമുക്ക് അയച്ചേക്കാം. ഈ ഒരു മഹത്തായ പ്രവർത്തനത്തിന് സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതോടൊപ്പം ഗസയിലെ അവിടെ കുട്ടികൾക്കും അവിടെയുള്ള ജനങ്ങൾക്കുമൊക്കെ ഭക്ഷണം പാചകം ചെയ്ത് തയ്യാറാക്കി കൊടുത്ത വസീമടക്കമുള്ള ഗസയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക്, ചെറുപ്പക്കാർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതോടൊപ്പം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക.